ഈ 4 വിത്തുകൾ വെള്ളത്തിലിട്ട് ഞാനിങ്ങനെ സ്വപ്നലോകത്താണ്. ഇത് ദൈവത്തിൻ്റെ മധുരക്കനി, ദൈവത്തിൻ്റെ സ്വന്തം മധുരക്കനിയുടെ വിത്താണ്. ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ശരിക്കൊന്നും ചെയ്യരുത്. കണ്ട ഇതാണ് ശരിക്കും ഇതിൻ്റെ പേര് ഡിവൈൻ ഫ്രൂട്ട് അന്നുണ്ട്. കക്കിപ്പഴം കാക്കപ്പഴം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മത്തങ്ങ പോലിരിക്കുന്ന, തക്കാളി പോലിരിക്കുന്ന ഈ പഴം ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം മധുരക്കനിയാണ്. ഇതിൻ്റെ പേര് ഡിവൈൻ ഫ്രൂട്ട് എന്നുകൂടിയുണ്ട്. പേഴ്സിമോൺ ഫ്രൂട്ട് അങ്ങനെ ഒരു പേരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാണ് ഞാൻ 2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഒരു ചെറുതും ഒരു വലുതുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു, പക്ഷേ വലുതിൽ നിന്ന് എനിക്ക് 4 വിത്ത് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറുത് ഞാൻ മുറിച്ച് വെച്ചപ്പോൾ അതാണ്ടോ ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ്. മത്തങ്ങയുടെ പോലെയാണ് അതിൻ്റെ ഒരു കട്ടി. അത്ര അങ്ങോട്ട് ഭയങ്കര കട്ടിയല്ല, എന്നാലും നമുക്ക് കടിക്കാവുന്ന സുഖമുള്ള കടിക്കുന്ന ആപ്പിളിൻ്റെയൊക്കെ ഒരു കട്ടിയുണ്ടല്ലോ. പക്ഷേ നല്ല മധുരമാണ്. നിറം കണ്ടോ, ശരിക്കും ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഡിവൈൻ ഫ്രൂട്ട് എന്നൊക്കെ പേര് ആരെങ്കിലുമൊക്കെ അറിഞ്ഞിടണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു ഇഴവള്ളി എന്ന് വെച്ചാൽ മത്തൻ, ഈ നിലത്ത് പടരുന്ന ഇതായിരിക്കും ഈ ചെടി. അങ്ങനെ തറയിലൊക്കെ ഇങ്ങനെ മത്തങ്ങ പോലെ പിടിച്ച് കിടക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഇഴവള്ളിയൊന്നുമല്ല കേട്ടോ, ഇത് ഒരു മരമാണ്. ആ മരത്തിലാണ് നമ്മുടെ ഈ ഡിവൈൻ ഫ്രൂട്ട്, ദൈവത്തിൻ്റെ ഈ സ്വന്തം മധുരക്കനി ഇനി പിടിച്ച് കിടക്കുന്നത്. വലിയ മരം. അപ്പോൾ അതിനകത്ത് ഈ ഓറഞ്ച് ഇങ്ങനെ ഈ കായകൾ പിടിച്ച് കിടക്കുന്ന എന്തൊരു ഭംഗിയായിരിക്കും. നമുക്ക് ആപ്പിൾ മരങ്ങളൊക്കെ കാണുന്നതിന് എന്തൊരു സന്തോഷം. അപ്പോൾ അതുപോലെ അപ്പം ഞാൻ പറഞ്ഞില്ലേ വിത്തുണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ 4 വിത്ത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ട് വിത്ത് കിട്ടാൻ വലിയ പാടാണ്. സാധാരണ വിത്തൊന്നും കാണാറില്ല. നമ്മൾ വാങ്ങിച്ചാലൊന്നും അതിനകത്ത് വിത്ത്, ഞാൻ 2-3 വട്ടം വാങ്ങിച്ചിട്ടുണ്ട്, വിത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വിത്ത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഇത് വിത്ത് കിളിപ്പിക്കാമല്ലോ. ചുമ്മാ ഒന്നും കിളിച്ച് വരത്തില്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും എടുത്ത് വെച്ച് ഇത് കണ്ട മരമാണ്. എൻ്റെ മരം ഞാൻ യൂട്യൂബിൽ എടുത്തതാണ്. ഇതിൻ്റെ വിത്ത് 4 വിത്ത്, നല്ല വിത്ത്. ഇത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. മുളപ്പിച്ച് കിളിച്ച് വരുമോ?